അവരൊക്കെ എപ്പോഴാ വരുന്നേ? രാജീവേട്ടനും ചേച്ചിയും മക്കളും ഗാഥ വരുമ്പോഴത്തേക്ക് ഇവിടെ കാണും. ജേട്ടൻ പറഞ്ഞു വിവേക് വന്നിട്ട് അവരിറങ്ങുള്ളൂ എന്ന്. അവൻ എന്തോ കൊച്ചിക്ക് പോയേക്കുക. വൈകിട്ട് വിളിച്ചപ്പോഴും ഇറങ്ങിയിട്ടില്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഭദ്രമോള് വരുന്നില്ലേ? അവളിലെ നമ്മുടെ മോള് ഈ വീട് തല കീഴായിട്ട് മറിക്കും. ഭദ്രയ്ക്ക് എന്തോ ഹോസ്പിറ്റൽ എമർജൻസി. അത് കഴിയുമ്പോ അവളിങ്ങ് വരും. വിവേകും അവളെ ഒരുമിച്ചായിരിക്കും കൊച്ചിന്ന് വരാന്നാ ചേച്ചി നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞേ. പിന്നെ ചേട്ടൻ പറഞ്ഞ ശരിയാ, ഗാഥ അച്ഛനെയും ഭദ്രയും കാണാൻ തന്നെയല്ലേ വരുന്നത്. നമ്മളെക്കാളും മൈൻഡ് ചെയ്ത തന്നെ ദൈവഭാഗ്യം. അവള് വന്നില്ല, അതിനു മുന്നേ നിങ്ങൾ രണ്ടും കൂടെ അവളുടെ കുറ്റം പറിച്ചിൽ തുടങ്ങിയോ? കുറ്റമല്ലല്ലോ, കാര്യല്ലേ പറഞ്ഞേ. 3 വയറ്റ് ജനിച്ചെന്നല്ലേ ഉള്ളൂ. 3 ഒരുമിച്ചല്ലായിരുന്നു പ്ലസ് വരെ. അത് കഴിഞ്ഞല്ലേ ഭദ്രൻ ഡൽഹിക്കും അച്ചു പൂനെക്കും ഗാഥ US-ലോട്ടും പോയത്. ഓ, അച്ഛൻ പുരാണം തുടങ്ങി. മിസ്റ്റർ മാധവൻ പെട്ടെന്ന് വന്നേ. 7:30 അവളുടെ ഫ്ലൈറ്റ്. ഇപ്പൊ തന്നെ മണി 5:30 ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് അങ്ങ് എത്തുമ്പോ ഒരു സമയം വന്നേ. അമ്മേ, മോളെ, നമ്മളിവിടെ ഒരാളുണ്ട്. ഈ പുരാവസ്തുവിനെ തൂക്കി വിൽക്കാറായില്ലേ അച്ഛ ഇതുവരെ? സുഖല്ലേ ഏട്ടാ? ആ, ഒരു 5 മിനിറ്റ് മുന്നേ വരെ നല്ല സുഖമായിരുന്നു. ഇനിയിപ്പൊ അത്ര സുഖം കാണത്തില്ല. ഹലോ ചേച്ചി, ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾ എന്നാ തുറന്നു കയറിക്കോ. അവര് വരാൻ ലേറ്റ് ആവുന്നാ പറഞ്ഞേ. വിളിച്ചു നോക്ക്. പിള്ളേര് വന്നിട്ട് ഇറങ്ങുള്ളൂ എന്നാ ചേച്ചി വൈകുന്നേരം പറഞ്ഞതേ. ചേച്ചി ശരി എന്നാ. ആരാ അമ്മേ? അത് നമ്മുടെ മേരി ചേച്ചിയായിരുന്നു. അവരെല്ലാരും വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന്. നമുക്ക് പെട്ടെന്ന് പോവാം. അച്ഛനുണ്ടോ? ഓ, ഉണ്ട്. വർഷങ്ങളായിട്ട് നാട്ടിലില്ലാതെ 3 കൂടെ ഒരുമിച്ച് പറഞ്ഞിച്ച് വന്നിട്ട് എന്തിനാ പെണ്ണെ ഈ ഫോർമാലിറ്റി ഒക്കെ? ഗാതെ, ഞാൻ നിന്റെ ഏട്ടനാ. ഭദ്ര 1 month ആയിട്ട് നാട്ടിലുണ്ടല്ലോ. നീ വരുന്നെന്ന് പറഞ്ഞതിന്റെ 3-ാം നാള് അവള് ഡൽഹിയിലെ ജോലിയും റിസൈൻ ചെയ്ത് ഇവിടെ വന്ന് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പോഴേ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചതാ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ വന്നു. സത്യം പറ, 3 കൂടെ എന്താ പ്ലാൻ? ശരിയാ, പറഞ്ഞ വെച്ച് തന്നെ വന്നേക്കുന്നേ. പ്ലാനൊന്നുമില്ല. 18-ാം വയസ്സിൽ 3 ദിക്കിലോട്ട് പോയതല്ലേ ഞങ്ങള്. ഇനി അധികം താമസിക്കാതെ നിങ്ങൾ ഞങ്ങളെ പിടിച്ച് കെട്ടിക്കും. അതിനു മുന്നേ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെ വഴിക്കുവാ. അവളെന്തേടി? ആവോ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്റെ ഏട്ടൻ ഇവിടെ ഉണ്ട്. ഇല്ല, അങ്ങേരുടെ കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോയതാണേലും പറയായിരുന്നു. അപ്പൊ എന്താ എമർജൻസി തന്നെ? പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു മയാമി ട്രിപ്പ്? ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. എന്താടി ആ പറച്ചില്ല ഞാനൊരു ബട്ട് മണക്കുന്നത്? അത് പീപ്പിൾ. എവിടെ പോയി കിടക്കുവായിരുന്നടി? അതെ, വിളിച്ചിട്ടും കിട്ടിയില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയതാ. അപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നേ. പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ ആ തലതൊരു ചേട്ടനുണ്ടല്ലോ, അങ്ങേരില്ലായിരുന്നു. പിന്നെ അതിനെയും വെയിറ്റ് ചെയ്തെന്ന് സമയം പോയി. വിവേകായിട്ട് അവിടെ പോയി. അവന്റെ ഏതോ ഫ്രണ്ട് യൂറോ ട്രിപ്പ് കഴിഞ്ഞു വന്നു. അതിന് പിക്കാൻ പോയേക്കുമായിരുന്നു. ഏതാ, ഡാൻസറോ? ആയിരിക്കും. രാവിലെ അത് പറഞ്ഞപ്പോ ഞാൻ പാതി ഉറക്കത്തിലായിരുന്നു. സോ ക്ലിയർ ആയിട്ട് കേട്ടില്ല. കിച്ചേട്ടനായിരിക്കും. അല്ലാണ്ട് അവനൊക്കെ ആരാ ഫ്രണ്ടായിട്ടുള്ളേ? നിങ്ങൾ ആരെ പറ്റി പറയുന്നേ? ആരീ കൊച്ചേട്ടൻ? ഫസ്റ്റ് ഓഫ് ഓൾ അത് കിച്ചേട്ടൻ, നോട്ട് കൊച്ചേട്ടൻ. ശരിക്കുള്ള പേര് കൃഷ്ണ. എന്റെ ഏട്ടന്റെ ഫ്രണ്ടാ. ഏട്ടന്റെ സ്റ്റുഡിയോ ഇല്ലേ, അവിടെ ഇപ്പൊ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യണം. യൂറോപ്പ് ട്രിപ്പിലായിരുന്നു. ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവിടെ നിക്കട്ടെ. ഗാതെ, നീ എന്താ പറയാൻ വന്നേ?
അത് പറ. എന്ത്? നീ വരുന്നതിന് തൊട്ട് മുന്നേ ഇവളെന്തോ പറയാൻ തുടങ്ങിയതാ. പിന്നെ പറഞ്ഞ പോരെ, ഇപ്പൊ ജനങ്ങളൊക്കെ വന്നില്ലേ, ഞാൻ ഒന്ന് പോയി കണ്ടേച്ചു വരാം. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ അച്ഛന്മാരും ഏട്ടന്മാരും ഉണ്ടല്ലോ, കലാപരിപാടിക്കുള്ള സെറ്റപ്പില്ല. നീ ഇനി അവരെ ഫുഡ് കഴിക്കാൻ നേരത്ത് കണ്ടാ മതി. ഇപ്പൊ ഇത് പറ. എന്നെ ഇരിക്കു കണ്ടാളും. എന്താടി, ഡേഞ്ചർ സബ്ജക്റ്റ് ആണോ? ഇരിക്കു പിള്ളേരെ ഒന്ന്. ഞാൻ 4 വീക്ക് മുന്നേ മയാമിക്ക് പോയല്ലോ. പോയി. അയിന് വീട്ടിൽ കേറാറി, ഞാൻ പറയട്ടെ. ഓ സോറി, നീ കണ്ടിന്യൂ. അവിടെ വെച്ച് അതിനത്തെ കാര്യം വാ തുറന്ന കൊല്ലുന്നില്ല ഞാൻ ചെന്നതിന്റെ സെക്കൻഡ് ഡേ അവര് പോകുന്നു പറഞ്ഞേ. ആൻഡ് ആ 2 ദിവസം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ കോപ്പെ പെട്ടെന്ന് പറഞ്ഞോളാം. കുറെ നേരമായി അവളെ ആൻഡ് പറഞ്ഞു കളിക്കുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഗൈസ് സ്ലെപ്റ്റ് ടുഗദർ ഓർ സംതിങ്. പെട്ടെന്ന് പറയാം. ഭദ്രേ ഡി, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? അത് പിന്നെ he was hot and funny. അപ്പോ ഡീന, if he's funny, laugh. അതാരാ? Friends preference. നിങ്ങൾ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ മനസ്സിലായേനെ. ആ കഴിഞ്ഞത് കഴിഞ്ഞു. ഞങ്ങളെപ്പോഴീ ആ ഹോട്ട് ആൻഡ് ഫണ്ണി ഗായെ മീറ്റ് ചെയ്യണേ? അതെ, അമലേട്ടൻ തേച്ചിട്ട് പോയിട്ട് നീ കണ്ടുപിടിച്ച ആളെങ്ങനെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഇനി എന്തുവാ, ഫോൺ നമ്പർ മേടിച്ചില്ലേ? വെരി ഗുഡ്. ശരി, നെയിം പറ. FB-യിലോ ഇൻസ്റ്റയിലോ സെർച്ച് ചെയ്യാലോ. പേര് ചോദിക്കാൻ നീ എന്നാ തേങ്ങ ഉണ്ടാക്കിയേ? ഷാട്ടെ കുത്താതടി. പേര് ചോദിക്കായിരുന്നു നിനക്ക്. വിട്ടു പോയതാ. അറസ്റ്റ് അല്ല, എവിടുത്തായിരുന്നു? അതേലും അറിയൂ? അതെനിക്കറിയാം. മലയാളിയാണ്. ജനിച്ചത് വളർന്നെല്ലാം ചെന്നൈയില്. ഇപ്പൊ ഡാൻസറുമാണ്. ഇതൊക്കെ ചോദിക്കാം, പേര് ചോദിക്കാൻ പറ്റൂല. അത് വീട്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭദ്രേ